ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5 വെള്ളിയാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഫ്യൂച്ചർ മാർക്കറ്റുകളും വലിയ പോസിറ്റീവിലല്ല. എന്നിരുന്നാലും ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ വലിയ പോസിറ്റിവിറ്റിയോടുകൂടി തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ UK ജനറൽ ഇലക്ഷൻ വോട്ടെടുപ്പായിരുന്നു. 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് ഫോക്കസിലുള്ള വാർത്ത സ്റ്റോക്ക് ബ്രോക്കിംഗിലെ തട്ടിപ്പ് തടയാൻ സെബി സംവിധാനം തേടുന്നു. ഇത്തരത്തിൽ സ്റ്റോക്ക് ബ്രോക്കർമാരോട് പല കാര്യങ്ങളും ചെയ്യാൻ സെബി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ബ്രോക്കേജ് ചാർജുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മളിവിടെ കവർ ചെയ്യുന്നത് സിമന്റ് സെക്ടർ Q1 എങ്ങനത്തെ പെർഫോമൻസ് ആയിരിക്കും നടത്താൻ സാധ്യതയുള്ളത് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയ വാർത്തകളിൽ ആദ്യത്തേത് തട്ടിപ്പും വിപണി ദുരുപയോഗവും തടയാനുള്ള സംവിധാനം സ്ഥാപിക്കാൻ സ്റ്റോക്ക് ബ്രോക്കർമാർക്ക് സെബിയുടെ നിർദ്ദേശം. നിക്ഷേപകരെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് വഞ്ചനയും വിപണി ദുരുപയോഗവും തടയാൻ സെബി പുതിയ നിയമങ്ങൾ പുറത്തുവിട്ടു. ഇനി സ്റ്റോക്ക് ബ്രോക്കർമാർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രേഡിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, ഇന്റേണൽ കൺട്രോൾ നടപ്പിലാക്കുക, ഒരു വിസിൽ ബ്ലോവർ നയം അവതരിപ്പിക്കുക. ഇനി വിസിൽ ബ്ലോവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിനുള്ളിൽ നിയമവിരുദ്ധമായോ അധാർമികമായോ ആയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ്. കൂടാതെ ബ്രോക്കർമാർ ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ സമയപരിധി കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. 50,000 ക്ലയന്റുകൾ ഉണ്ടെങ്കിൽ ജനുവരി 1, 2025 2001 മുതൽ 50,000 ക്ലയന്റുകൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ 1, 2025 ഉള്ളിൽ, 2,000 ക്ലയന്റുകൾക്ക് ഉള്ളിലാണെങ്കിൽ ഏപ്രിൽ 1, 2026 നടപ്പിലാക്കണം. ക്വാളിഫൈഡ് ബ്രോക്കേഴ്സ് ആണെങ്കിൽ ഓഗസ്റ്റ് 1, 2024 നടപ്പിലാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമുകളെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് വലിയ രീതിയിൽ കൂട്ടാൻ ഉള്ള കാരണമാകും. അത് ബ്രോക്കേജ് ചാർജുകൾ കൂട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കും. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ സ്റ്റോക്ക് ബ്രോക്കർമാരുടെ പ്രതികരണം നമുക്ക് അറിയാൻ സാധിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. ഏർണിംഗ് സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നേയായി സിമന്റ് സെക്ടറിനെ കുറിച്ച് നമുക്ക് പറയാം. സിമന്റ് സെക്ടർ ഇപ്പോൾ വലിയ നേട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ ചെറിയൊരു ഇടിവൊക്കെ ഉണ്ടായെങ്കിലും വലിയ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് സിമന്റ് സെക്ടർ ഉള്ളത്. ഈ വരുന്ന ക്വാർട്ടറിൽ സിമന്റ് സെക്ടറിന്റെ പെർഫോമൻസ് എത്തരത്തിലായിരിക്കും എന്നാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ICARAയുടെ റിപ്പോർട്ട് പറയുന്നത് ഇപ്രകാരമാണ്. പൊതുതെരഞ്ഞെടുപ്പ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മാന്ദ്യം ജൂൺ പാദത്തിലെ സിമന്റ് വോളിയം ഗ്രോത്ത് വെറും 2 മുതൽ 3% വരെ വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത്. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിംഗ് മേഖലകളിൽ നിന്നുള്ള ഡിമാൻഡ് അനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ വളർച്ച 7 മുതൽ 8% വരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എടുത്തു പറയാനുള്ള പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും അധിക ഭവന നിർമ്മാണവും സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ സിമന്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കും എന്ന് റിപ്പോർട്ട് പറയുന്നു. സിമന്റ് സെക്ടർ ഈ വരുന്ന ക്വാർട്ടറിൽ കുറച്ച് മന്ദഗതിയിലായാലും തുടർന്നുള്ള മാസങ്ങളിൽ വീണ്ടും ശക്തിയോടെ തിരിച്ചു വരും എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഈ വാർത്തയോട് കൂടെ പറയാൻ കഴിയുന്ന മറ്റൊരു വാർത്ത, ഇന്ത്യയിലെ ഭവന വിൽപ്പന 11 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1.73 ലക്ഷം യൂണിറ്റിലെത്തി. ഈ ഒരു വാർത്തയും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്കും കൂടാതെ സിമന്റ് സെക്ടറിലുള്ള കമ്പനികൾക്കും വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കമ്പനികളുടെ സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ആദ്യം HDFC ബാങ്കിന്റെ ക്വാർട്ടർലി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അഡ്വാൻസസ് 0.8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ. ഡെപ്പോസിറ്റ്സിൽ 0.03% ഇടിവ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ. കാസ ഡെപ്പോസിറ്റ്സിൽ 5% ഇടിവുമാണ് വന്നിരിക്കുന്നത്. HDFC ബാങ്കിന്റെ ഭാഗത്തു നിന്നും അത്ര നല്ലൊരു ക്വാർട്ടർലി നമ്പേഴ്സ് അല്ല പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 33.41% വർധനവ് വന്നിരിക്കുന്നു ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോഴാണ്. ടേം ഡെപ്പോസിറ്റ്സിൽ ഇയർ ഓൺ ഇയറിൽ 24.65% വർധനവും ഗ്രോസ് അഡ്വാൻസസിൽ 30.04% വർധനവും വന്നിരിക്കുന്നു. നല്ല ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നിന്നും വന്നിരിക്കുന്നത്. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഗ്ലോബൽ ബിസിനസ്സിൽ 10.3% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയറിൽ ഗ്ലോബൽ ഡെപ്പോസിറ്റ്സ് ഗ്രോത്ത് 8.5% ഉയർന്നിരിക്കുന്നത്. ഗ്ലോബൽ അഡ്വാൻസസിൽ 12.7% വർധനവും ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സിൽ 8.1% വർധനവും വന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയറിലെ കണക്കുകളാണ് പറഞ്ഞത്. അടുത്തത് IDBI ബാങ്കാണ്. ടോട്ടൽ ബിസിനസ് 15% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ. ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 13% വർധനവും കാസ ഡെപ്പോസിറ്റ്സിൽ 5% വർധനവും നെറ്റ് അഡ്വാൻസസ് 17% വർധനവും കാണിക്കുന്നു. ഇയർ ഓൺ ഇയറിലെ കണക്കുകളാണ്. മറ്റൊരു ബാങ്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്.
ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഇയർ ഓൺ ഇയറിൽ 22% വർധനവും, കാസ ഡെപ്പോസിറ്റ്സിൽ 27% വർധനവും, ഗ്രോസ് ലോൺ ബുക്ക് 19% വർധനവും, ഡിസ്പേഴ്സ്മെന്റ് ഫ്ലാറ്റായ രീതിയിലുമാണ് ഇയർ ഓൺ ഇയറിലുള്ളത്. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് കൂടി നോക്കാം. അഹുൽവാലിയ കോൺട്രാക്ട്സ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 572 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ബന്ധൻ ബാങ്ക്, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, PEL എന്നീ കമ്പനികളാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഡെയിലി ലൈവ് ഉള്ളത് രാവിലെ 10:30 മുതൽ 3:30 വരെയാണ്. എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. ഇനി ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട. തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത ഒരു വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലാണ്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ നടന്ന സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയും സെൻസെക്സും നിഫ്റ്റി ബാങ്കും ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തു. ഏർണിംഗ് സീസണ് മുന്നോടിയായി ചില IT സ്റ്റോക്കുകളിലും ബാങ്കിംഗ് സ്റ്റോക്കുകളിലും ഇന്നലെ നേട്ടം കണ്ടു. ICICI, കൊഡാക് ബാങ്ക്, ഇൻഫോസിസ്, HCL എന്നിവ ഉയർന്നു. HDFC ബാങ്ക്, വിപ്രോ, HCL ടെക് എന്നിവ ഇടിയുകയും ചെയ്തു. മിഡ് ക്യാപ് സെക്ടറാണ് ഇന്നലെ ഔട്ട് പെർഫോം ചെയ്തത്. കൂടാതെ ഡയഗ്നോസ്റ്റിക് സ്റ്റോക്കുകളായ മെട്രോപോളിസ്, SR ലാൽ എന്നീ സ്റ്റോക്കുകൾ 3% നേട്ടമുണ്ടാക്കി. സിമന്റ് സ്റ്റോക്കുകൾ ഇന്നലെ ഇടിഞ്ഞപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയിലേക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരുന്നു. 24,401 പുതിയ ഓൾ ടൈം ഹൈ ലെവൽ. നിഫ്റ്റിയിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് ഇന്നലെ കാണാൻ സാധിച്ചു. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഡൈവേർജൻസും ബിയറിഷ് ക്രോസ് ഓവറും കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റം നഷ്ടപ്പെട്ടു എന്ന സൂചനകളാണ് നൽകുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന സൂചനകളാണ് ഇത് തരുന്നത്. അപ്സൈഡിലേക്ക് വന്നാൽ ഇന്നലെ ടച്ച് ചെയ്ത ഓൾ ടൈം ഹൈ ലെവലായ 24,401 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,200 ആണ്. നല്ല ഫോളൊക്കെ വരികയാണെങ്കിൽ 23,600 വരെയൊക്കെ നിഫ്റ്റി താഴേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 24,300 411% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 144% വർധനവ് മാത്രമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 24,250 സ്ട്രൈക്കിൽ 98% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 28% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 24,350 സ്ട്രൈക്കിൽ 644% വർധനവ് പുട്ട് സൈഡിലും കോൾ സൈഡിൽ 660% വർധനവുമാണ് കാണുന്നത്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഷോർട്ട് ബിൽഡപ്പുമാണ് ഉള്ളത്. 24,350 നല്ല കോൾ റൈറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അത്ര പെട്ടെന്ന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം കോൾ സൈഡിൽ 25,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,200ഉമാണ്. ഡെയിലി ക്യാൻഡിലാണ്. ഒരു റെഡ് ക്യാൻഡിലാണ് ഇന്നലെ ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അപ്പർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ 53,357 എന്ന പുതിയ ഓൾ ടൈം ഹൈ ലെവൽ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 53,103 എന്ന നിലയിലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 55,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 53,000 സ്ട്രൈക്കിലും അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 53,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000ഉമാണ്. ഇന്ത്യ വിക്സ് 12.86 2.65% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റി. FIS 2,575 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈ ചെയ്തപ്പോൾ DIs ആണ് വലിയ സെല്ലിങ്ങിലേക്ക് പോയത്. 2,375 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്തു. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ കുറേ മാസങ്ങളായി FIS സെല്ലിങ്ങിലായപ്പോഴും DIs കഴിഞ്ഞ 11 മാസം ഉടനീളം ബൈയിങ്ങിൽ തന്നെയായിരുന്നു. US മാർക്കറ്റിലേക്ക് US ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്ന് വരാനിരിക്കുന്ന US നോൺ ഫാം പേറോൾ ഡാറ്റ തന്നെയാണ് ഈ ആഴ്ചയിലെ കീ ഡാറ്റയായി വരുന്നത്. സാമ്പത്തിക വിദഗ്ധർ ജൂണിൽ 2 ലക്ഷം തൊഴിലവസരങ്ങൾ നോൺ ഫാം പേറോൾ കൂട്ടിച്ചേർക്കുകയും 4% നിലനിർത്തുകയും ചെയ്യുമെന്നാണ് പ്രവചിക്കുന്നത്.
ഏതായാലും വെള്ളിയാഴ്ചത്തെ പേറോൾ റിപ്പോർട്ട് തൊഴിൽ വിപണിയുടെ ശക്തി വ്യക്തമാക്കാൻ സഹായിക്കും. ഈ ആഴ്ച മൊത്തത്തിൽ നോക്കിയാൽ US ജോബ്സ് ഡാറ്റയും ജെറോം പവലിന്റെ സ്പീച്ചും എല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി തന്നെയാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.09% നേട്ടത്തിലും S&P 500 0.01% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. UK ജനറൽ ഇലക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.86% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.83% ഉയരുകയും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.41% നേട്ടം കൈവരിക്കുകയും ചെയ്തു. സ്റ്റോക്ക് 600 0.6% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നലെ അവിടെ ബാങ്കിങ് സെക്ടറാണ് വലിയ നേട്ടത്തിലേക്ക് പോയത്. 1.3% ഉയർന്നു. എല്ലാ സെക്ടറുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തതും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഫോക്കസിലുള്ളത് UK മാർക്കറ്റ് തന്നെയാണ്. പൊതു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വോട്ടർ സർവേയിൽ സെൻട്രൽ ലെഫ്റ്റ് ലേബർ പാർട്ടിയുടെ സുപ്രധാന വിജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഡാക്സ് 0.05% ഇടിവിൽ, CAC 0.03% നേട്ടത്തിൽ, FTSE 0.09% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഫോക്കസിലുള്ള ജപ്പാൻ മാർക്കറ്റ് തന്നെയാണ്. പുതിയ ഓൾ ടൈം ഹൈ ഇന്ന് രാവിലെ തന്നെ ഹിറ്റ് ചെയ്തിരിക്കുന്നു. ടോക്കിയോ സ്റ്റോക്ക് പ്രൈസ് ഇൻഡെക്സ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടത്തിൽ തന്നെയാണ്. ഇന്നലെ ജപ്പാനിൽ നിന്നും പുറത്തു വന്ന ഒരു ഡാറ്റ ജപ്പാന്റെ മെയ് മാസത്തെ ഗാർഹിക ചെലവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ അപേക്ഷിച്ച് 1.8% കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,361 എന്ന നിലയിൽ 57 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.05% നേട്ടത്തിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ കോസ്പി മാർക്കറ്റ് 0.83% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.22% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.18% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ഇന്നലത്തെ രാവിലത്തെ ട്രേഡിംഗിൽ US തൊഴിൽ ബിസിനസ് പ്രവർത്തന ഡാറ്റ പ്രതീക്ഷിച്ചതിലും ദുർബലമായതിനെ തുടർന്ന് വ്യാഴാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $87.50 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.03% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $84.04 പെർ ബാരൽ എന്ന നിലയിൽ 0.02% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്ത വാർത്തകളാണിത്. ഒരിക്കലും ഇത് നമ്മുടെ റെക്കമെൻഡേഷൻ ആയിട്ടോ ഒന്നും നിങ്ങൾ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. വീണ്ടും ഇനി തിങ്കളാഴ്ച കാണാം. ഏവർക്കും നന്ദി.